നമസ്കാരം ഡി ഫാർമസി ഡിസ്കഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ഫാർമസ്യൂട്ടിക്സ് 1-ലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ഇൻട്രൊഡക്ഷൻ ടു ഡിഫറെൻറ്റ് ഡോസേജ് ഫോം. ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഫോമിലാണ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. ആദ്യം തന്നെ പറയാം, എന്താണ് ഡോസേജ് ഫോം? Dosage form is a combination of drug and a different kind of non-drug components called additives. അതായത് മെയിൻ ഡ്രഗിനൊപ്പം ടേസ്റ്റ് മാസ്ക് ചെയ്യാനും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായി പല ഷേപ്പിലേക്കും സൈസിലേക്കും പല രീതിയിലേക്കും മാറ്റാനായി ഉപയോഗിക്കുന്ന നോൺ ഡ്രഗ് അല്ലെങ്കിൽ ആഡിറ്റീവ്സും ചേർന്ന് വരുമ്പോഴാണ് അതിനെ ഡിഫറെൻറ്റ് ഡോസേജ് ഫോം എന്ന് പറയാനാകുന്നത്. സോ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ഡോസേജ് ഫോമിനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: സോളിഡ് ഡോസേജ് ഫോം, ലിക്വിഡ് ഡോസേജ് ഫോം ആൻഡ് സെമി സോളിഡ് ഡോസേജ് ഫോം. ഇനി സോളിഡ് ഡോസേജ് ഫോമിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ രണ്ട് കാറ്റഗറി ഉണ്ട്: യൂണിറ്റ് സോളിഡ് ഡോസേജ് ഫോം എന്നും ബൾക്ക് സോളിഡ് ഡോസേജ് ഫോം എന്നും. യൂണിറ്റ് ഡോസേജ് ഫോമിൽ വരുന്നത് ടാബ്ലറ്റ്, ക്യാപ്സ്യൂൾ, പൗഡേഴ്സ് ആൻഡ് പിൽസ് ആണ്. എന്താണ് ടാബ്ലറ്റ് എന്ന് പറയാം? Solid dosage form of medicament or medicaments which are prepared by moulding or by compression. കംപ്രഷൻ മെത്തേഡിലൂടെ ഒന്നോ അതിലധികമോ സോളിഡ് മെഡിക്കമെൻറ്റ്സ് ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നതാണ് ടാബ്ലറ്റ്സ്. അടുത്തത് ക്യാപ്സ്യൂൾസ്. സോളിഡ് യൂണിറ്റ് ഡോസേജ് ഫോം ഇൻ വിച്ച് വൺ ഓർ മോർ മെഡിക്കമെൻറ്റ് ആൻഡ് ഇനേർട്ട് സബ്സ്റ്റൻസ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ എ ഹാർഡ് ഓർ സോഫ്റ്റ് ജെലാറ്റിൻ ഷെൽ. അതായത് ഹാർഡ് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജെലാറ്റിൻ ഷെല്ലിൽ അടച്ചു വരുന്ന ഒന്നോ അതിലധികമോ മെഡിക്കമെൻ്റ് ആണ് ക്യാപ്സ്യൂൾ. അടുത്തത് പിൽസ്. പിൽസ് ആർ സ്മോൾ റൗണ്ടഡ് സോളിഡ് ഡോസേജ് ഫോം കണ്ടെയ്നിങ് മെഡിക്കമെൻറ്റ് ആൻഡ് ആർ ഇൻറ്റൻഡഡ് ടു ബി അഡ്മിനിസ്റ്റേർഡ് ഓറലി. അതായത് തീരെ ചെറിയ റൗണ്ട് ഷേപ്പിൽ ഉള്ള ടാബ്ലറ്റ് തന്നെയാണ് പിൽസ്. ആദ്യകാലത്തൊക്കെ ധാരാളമായി ഉപയോഗിച്ചിരുന്നു, എന്നാൽ ചില ഡിസഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്ര കോമൺ അല്ല. നെക്സ്റ്റ് വരുന്നത് പൗഡേഴ്സ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പൗഡർ ഫോമിലുള്ളവയാണ് ഇത്. ഇനി വീണ്ടും ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. അടുത്തത് ബൾക്ക് സോളിഡ് ഡോസേജ് ഫോമാണ്. ബൾക്ക് സോളിഡ് ഡോസേജ് ഫോമിനെ വീണ്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: ഇൻറ്റേർണൽ ബൾക്ക് സോളിഡ് ഡോസേജ് ഫോം എന്നും എക്സ്റ്റേണൽ ബൾക്ക് സോളിഡ് ഡോസേജ് ഫോം എന്നും. ഇതിൽ ഇൻറ്റേർണൽ ബൾക്ക് സോളിഡ് ഡോസേജ് ഫോമിനെ ഫൈൻ പൗഡേഴ്സ് എന്നും ഗ്രാന്യൂൾസ് ആൻഡ് എഫർവെസൻറ്റ് ഗ്രാന്യൂൾസ് എന്നും വീണ്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ ഫൈൻ ആയിട്ടുള്ള പൗഡർ ഫോമിലുള്ളവയാണ് ഫൈൻ പൗഡേഴ്സ്. ഇനി ഗ്രാന്യൂൾസ് എന്താണെന്ന് പറയാം. വിറ്റർ, നോഷ്യസ്, unpleasant and unstable powders cannot to be given in the form of tablet, capsule and liquid. Such medicaments are given in the form of granules. വെള്ളത്തിൽ സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് ലിക്വിഡ് ഫോമിലും കയ്പ് ടേസ്റ്റും ബാഡ് സ്മെല്ലും ഉള്ളതുകൊണ്ട് ടാബ്ലറ്റ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ഫോമിലും കൊടുക്കാൻ കഴിയാത്ത പൗഡേഴ്സാണ് എപ്പോഴും ഗ്രാനൂൾ ഫോമിൽ കൊടുക്കുന്നത്. ഇനി എന്താണ് എഫർവെസൻറ്റ് ഗ്രാന്യൂൾ എന്ന് നോക്കാം. സോളിഡ് ഡോസേജ് ഫോം ഓഫ് മെഡിക്കമെൻറ്റ് മിക്സ്ഡ് വിത്ത് സിട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ് ആൻഡ് സോഡിയം ബൈകാർബണേറ്റ് ആൻഡ് സാക്രിൻ ഓർ സൂക്രോസ് ആസ് സ്വീറ്റനിങ് ഏജൻറ്റ് മെൻ ഫോർ ഇൻറ്റേർണൽ യൂസ്. സിട്രിക് ആസിഡും ടാർട്ടാറിക് ആസിഡും സോഡിയം ബൈകാർബണേറ്റും പിന്നെ സ്വീറ്റനിങ് ഏജൻ്റായ സാക്രിൻ അല്ലെങ്കിൽ സൂക്രോസും ചേർന്ന് വരുന്ന സോളിഡ് ഡോസേജ് ഫോം തന്നെയാണ് എഫർവെസൻറ്റ് ഗ്രാന്യൂൾ. ഇത്തരം ഗ്രാന്യൂൾസ് ആവശ്യമായ ക്വാണ്ടിറ്റി വെള്ളത്തിൽ മിക്സ് ചെയ്താണ് കുടിക്കേണ്ടത്. എന്തിനാണ് ഇങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നത്? ഇങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ ഇത്തരം ഗ്രാന്യൂൾസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആസിഡും ബൈകാർബണേറ്റും റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അതാണ് വെള്ളത്തിന് മുകളിൽ കുമിളകളായി കാണപ്പെടുന്നത്, അതായത് എഫർവെസൻസ്. ഇങ്ങനെ ഉണ്ടാകുന്ന കാർബണേറ്റഡ് വാട്ടർ ഇത്തരം ഗ്രാന്യൂൾസിൻ്റെ ബിറ്റർ അല്ലെങ്കിൽ സലൈൻ ടേസ്റ്റ് മാസ്ക് ചെയ്യാനായി സഹായിക്കുന്നു. എപ്പോഴും ഫൈനൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ഷോർട്ട് നോട്ടാണ് എഫർവെസൻറ്റ് ഗ്രാന്യൂൾസ്. സോ ഡീറ്റെയിൽ ആയി തന്നെ പഠിച്ചു വയ്ക്കുക. അടുത്തത് ബൾക്ക് ഡോസേജ് ഫോമിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് എക്സ്റ്റേണൽ ബൾക്ക് ഡോസേജ് ഫോം. എക്സാമ്പിൾസ് പറയാം: ഡസ്റ്റിംഗ് പൗഡേഴ്സ്, ഇൻസഫ്ലേഷൻസ്, ഡെൻറ്റിഫ്രൈസസ് ആൻഡ് സ്നഫ്സ്.
Dusting powders are meant for external application to skin. Two types are medical dusting powders and surgical dusting powders. Medical dusting powders used in superficial skin conditions. Surgical dusting powders are used in body cavities, burns and umbilical cord of infants. തൊലിപ്പുറത്ത് ഉപയോഗിക്കുന്നവയാണ് ഡസ്റ്റിംഗ് പൗഡേഴ്സ്. രണ്ട് തരത്തിലുണ്ട്, മെഡിക്കൽ ഡസ്റ്റിംഗ് പൗഡേഴ്സ് ആൻഡ് സർജിക്കൽ ഡസ്റ്റിംഗ് പൗഡേഴ്സ്. മെഡിക്കൽ ഡസ്റ്റിംഗ് പൗഡേഴ്സ് തൊലിപ്പുറത്ത് ഉപയോഗിക്കുന്നവയാണ്. സർജിക്കൽ ഡസ്റ്റിംഗ് പൗഡേഴ്സ് ചെറിയ കുട്ടികളുടെ പൊക്കിൽ കൂടി ഉണക്കിയെടുക്കാനും പൊള്ളലേറ്റ ഭാഗം ട്രീറ്റ് ചെയ്യാനും മുതലായവയ്ക്കാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഇൻസഫ്ലേഷൻസ് ആണ്. Medicated dusting powders for body cavities such as nose, throat, ear and vagina with the help of insufflator. ഇൻസഫ്ലേറ്ററിൻ്റെ സഹായത്തോടെ നോസ്, ത്രോട്ട്, ഇയർ ആൻഡ് വജൈനൽ ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡസ്റ്റിംഗ് പൗഡേഴ്സ് ആണ് ഇൻസഫ്ലേഷൻസ്. ഇപ്പോൾ ശരിക്കും പ്രഷർ എയറോസോളിൻ്റെ ഫോമിലാണ് ഇത്തരം ഇൻസഫ്ലേഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ആക്യുറേറ്റ് ഡോസ് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത്തരം എയറോസോളിൻ്റെ പ്രത്യേകത. അടുത്തത് സ്നഫ്സ് ആണ്. സ്നഫ്സ് ആർ finely divided solid dosage form of medicament which are inhaled into nostrils for its antiseptic, bronchodilator and decongestion action. മൂക്കിനുള്ളിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോളിഡ് ഡോസേജ് ഫോം ആണ് സ്നഫ്സ്. റെസ്പിറേറ്ററി ട്രാക്റ്റിനുള്ളിലെ കഞ്ചഷൻ തടയാനും മൈക്രോ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സ്നഫ്സ് യൂസ് ചെയ്യുന്നത്. നാലാമത്തേത് ഡെൻറ്റിഫ്രൈസസ് അല്ലെങ്കിൽ ടൂത്ത് പൗഡേഴ്സ്. ടൂത്ത് പൗഡേഴ്സ് മെൻ ഫോർ ക്ലീനിങ് ദ സർഫസ് ഓഫ് ടീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടൂത്ത് ബ്രഷ്. പല്ല് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പൗഡേഴ്സാണ് ഡെൻറ്റിഫ്രൈസസ്.